എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഫോക്കസ് PSC കോച്ചിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 2023 ഫയർ ആൻഡ് റെസ്ക്യൂ പരീക്ഷയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ്. ആദ്യത്തെ ചോദ്യം, 1857 ലക്നൗവിൽ വിപ്ലവം നയിച്ചത് ആരായിരുന്നു? 1857 ലക്നൗവിൽ വിപ്ലവം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹൽ ആയിരുന്നു. ഉത്തരം ബീഗം ഹസ്രത്ത് മഹൽ. അടുത്ത ചോദ്യം, 1857 ആരയിൽ വിപ്ലവം നയിച്ചത് ആരായിരുന്നു? 1857 ആരയിൽ വിപ്ലവം നയിച്ചത് കൻവർ സിംഗ് ആയിരുന്നു. ഉത്തരം കൻവർ സിംഗ്. അടുത്ത ചോദ്യം, 1857 കാൺപൂരിൽ വിപ്ലവം നയിച്ചത് ആരായിരുന്നു? 1857 കാൺപൂരിൽ വിപ്ലവം നയിച്ചത് നാനാ സാഹിബ് ആയിരുന്നു. ഉത്തരം നാനാ സാഹിബ്. അടുത്ത ചോദ്യം, 1857 ഫൈസാബാദിൽ വിപ്ലവം നയിച്ചത് ആരായിരുന്നു? 1857 ഫൈസാബാദിൽ വിപ്ലവം നയിച്ചത് മൗലവി അഹമ്മദുള്ള ആയിരുന്നു. ഉത്തരം മൗലവി അഹമ്മദുള്ള. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ റെയിൽപാത ഏതാണ്? കേരളത്തിലെ ആദ്യ റെയിൽപാത ബേപ്പൂർ ടു തിരൂർ റെയിൽപാത ആയിരുന്നു. ഉത്തരം ബേപ്പൂർ ടു തിരൂർ. അടുത്ത ചോദ്യം, ആന്ധ്ര കേസരി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ആന്ധ്ര കേസരി എന്ന് അറിയപ്പെടുന്നത് ടി പ്രകാശം ആണ്. ഉത്തരം ടി പ്രകാശം. അടുത്ത ചോദ്യം, ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്ന് അറിയപ്പെടുന്ന നിവേദനം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്നറിയപ്പെടുന്ന നിവേദനം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉത്തരം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്ര സഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗൂട്ടറസ് ഏത് രാജ്യക്കാരനാണ്? ഐക്യരാഷ്ട്ര സഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗൂട്ടറസ് പോർച്ചുഗൽ രാജ്യക്കാരനാണ്. ഉത്തരം പോർച്ചുഗൽ. അടുത്ത ചോദ്യം, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന കേരളത്തിലെ പ്രധാന ജലപാത ഏതാണ്? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന കേരളത്തിലെ പ്രധാന ജലപാതയാണ് നാഷണൽ വാട്ടർവേ 3. ഉത്തരം നാഷണൽ വാട്ടർവേ 3. അടുത്ത ചോദ്യം, മൺസൂൺ വനങ്ങൾ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനങ്ങൾ ഏതാണ്? മൺസൂൺ വനങ്ങൾ എന്ന് അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനങ്ങളാണ് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. ഉത്തരം ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. അടുത്ത ചോദ്യം, ബംഗാളിലും ആസമിലും വൈകുന്നേരങ്ങളിൽ രൂപപ്പെടുന്ന ശക്തമായ ഇടിമിന്നലോടുകൂടിയ കൊടുങ്കാറ്റ് ഏതാണ്? ബംഗാളിലും ആസാമിലും വൈകുന്നേരങ്ങളിൽ രൂപപ്പെടുന്ന ശക്തമായ ഇടിമിന്നലോടുകൂടിയ കൊടുങ്കാറ്റാണ് നോർവെസ്റ്റർ. ഉത്തരം നോർവെസ്റ്റർ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി മെട്രോ സർവീസ് ആരംഭിച്ച നഗരം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി മെട്രോ സർവീസ് ആരംഭിച്ച നഗരമാണ് കൊൽക്കത്ത. ഉത്തരം കൊൽക്കത്ത. അടുത്ത ചോദ്യം, ആസ്തികളിൽ ഏറ്റവും ലിക്വിഡായ രൂപം ഏതാണ്? ആസ്തികളിൽ ഏറ്റവും ലിക്വിഡായ രൂപമാണ് പണം. ഉത്തരം പണം. അടുത്ത ചോദ്യം, ഉൽപാദന ഘടകങ്ങളുടെ ഡിമാൻഡ് ഏതാണ്? ഉൽപാദന ഘടകങ്ങളുടെ ഡിമാൻഡാണ് ഡിറൈവ്ഡ് ഡിമാൻഡ്. ഉത്തരം ഡിറൈവ്ഡ് ഡിമാൻഡ്. അടുത്ത ചോദ്യം, കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ ഈടാക്കുന്ന പലിശ ഏതാണ്? കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ ഈടാക്കുന്ന പലിശയാണ് ബാങ്ക് നിരക്ക്. ഉത്തരം ബാങ്ക് നിരക്ക്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഒഴിവാക്കുന്നത് എന്താണ്? ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഒഴിവാക്കുന്നത് വീട്ടമ്മമാരുടെ സേവനമാണ്. ഉത്തരം വീട്ടമ്മമാരുടെ സേവനം. അടുത്ത ചോദ്യം, ചെറു ഭരണഘടന എന്ന് അറിയപ്പെടുന്ന ഭേദഗതി ഏതാണ്?
ചെറു ഭരണഘടന എന്ന് അറിയപ്പെടുന്ന ഭേദഗതിയാണ് 42-ാം ഭേദഗതി. ഉത്തരം 42-ാം ഭേദഗതി. അടുത്ത ചോദ്യം, വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതിയാണ് 44-ാം ഭരണഘടനാ ഭേദഗതി. ഉത്തരം 44-ാം ഭേദഗതി. അടുത്ത ചോദ്യം, കേരള സ്പീക്കർ എൻ ഷംസീറിൻ്റെ തെരഞ്ഞെടുപ്പ് മണ്ഡലം ഏതാണ്? കേരള സ്പീക്കർ എൻ ഷംസീറിൻ്റെ തെരഞ്ഞെടുപ്പ് മണ്ഡലമാണ് തലശ്ശേരി. ഉത്തരം തലശ്ശേരി. അടുത്ത ചോദ്യം, വിലയേറിയ സമയം പാഴാക്കരുത് എന്ന സന്ദേശം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിലയേറിയ സമയം പാഴാക്കരുത് എന്ന സന്ദേശം 2021 ലോക പക്ഷാഘാത ദിന സന്ദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉത്തരം 2021 ലോക പക്ഷാഘാത ദിന സന്ദേശം. അടുത്ത ചോദ്യം, തയാമിൻ എന്ന് അറിയപ്പെടുന്ന ജീവകം ഏതാണ്? തയാമിൻ എന്ന് അറിയപ്പെടുന്ന ജീവകമാണ് ജീവകം B1. ഉത്തരം വിറ്റാമിൻ B1. അടുത്ത ചോദ്യം, 2022 ഊർജതന്ത്രത്തിൽ നൊബേൽ പ്രൈസ് നേടിയത് ഏത് ഊർജതന്ത്ര ഗവേഷണത്തിന് ആയിരുന്നു? 2022 ഊർജതന്ത്രത്തിൽ നൊബേൽ പ്രൈസ് നേടിയത് ക്വാണ്ടം മെക്കാനിക്സ് എന്ന ഊർജതന്ത്ര ഗവേഷണത്തിന് ആയിരുന്നു. ഉത്തരം ക്വാണ്ടം മെക്കാനിക്സ്. അടുത്ത ചോദ്യം, ശ്മശാനങ്ങളിലെ പ്രേതബാധ എന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയുള്ളത് ഏത് മൂലകത്തിൻ്റെ രൂപാന്തരണത്തിൻ്റെ ഇരുട്ടിലുള്ള തിളക്കം മൂലമാണ്? ശ്മശാനങ്ങളിലെ പ്രേതബാധ എന്ന് തെറ്റിദ്ധരിക്കുവാൻ ഇടയുള്ളത് ഫോസ്ഫറസ് എന്ന മൂലകത്തിൻ്റെ രൂപാന്തരത്തിൻ്റെ ഇരുട്ടിലുള്ള തിളക്കം മൂലമാണ്. ഉത്തരം ഫോസ്ഫറസ്. അടുത്ത ചോദ്യം, ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരമായി സമീപകാലങ്ങളിൽ ഉപയോഗിക്കുന്ന ബയോ ഇന്ധനങ്ങളിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്നത് എന്താണ്? ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരമായി സമീപകാലങ്ങളിൽ ഉപയോഗിക്കുന്ന ബയോ ഇന്ധനങ്ങളിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്നത് എഥനോളാണ്. ഉത്തരം എഥനോൾ. അടുത്ത ചോദ്യം, ആധുനിക സിദ്ധാന്തം അനുസരിച്ച് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളെ കണ്ടെത്തുവാൻ കൂടുതൽ സാധ്യതയുള്ള മേഖലകൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ആധുനിക സിദ്ധാന്തം അനുസരിച്ച് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളെ കണ്ടെത്തുവാൻ കൂടുതൽ സാധ്യതയുള്ള മേഖലകൾ അറിയപ്പെടുന്നത് ഓർബിറ്റൽ എന്നാണ്. ഉത്തരം ഓർബിറ്റൽ. അടുത്ത ചോദ്യം, സൈബർ ലോകം പ്രമേയമാക്കി നൃത്തം എന്ന നോവൽ രചിച്ചത് ആരാണ്? സൈബർ ലോകം പ്രമേയമാക്കി നൃത്തം എന്ന നോവൽ രചിച്ചത് എം മുകുന്ദനാണ്. ഉത്തരം എം മുകുന്ദൻ. അടുത്ത ചോദ്യം, സിംഹഭാഗം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? സിംഹഭാഗം എന്ന ശൈലിയുടെ അർത്ഥമാണ് വലിയ ഭാഗം എന്നുള്ളത്. ഉത്തരം വലിയ ഭാഗം. അടുത്ത ചോദ്യം, സ്മരിക്കുക എന്ന പദത്തിൻ്റെ വിപരീത പദം എന്താണ്? സ്മരിക്കുക എന്ന പദത്തിൻ്റെ വിപരീത പദമാണ് വിസ്മരിക്കുക എന്നുള്ളത്. ഉത്തരം വിസ്മരിക്കുക. അടുത്ത ചോദ്യം, വെഞ്ചാമരം എന്ന പദം എങ്ങനെയാണ് ശരിയായ രീതിയിൽ പിരിച്ചെഴുതുന്നത്? വെഞ്ചാമരം എന്ന പദം വെൺ പ്ലസ് ചാമരം എന്ന രീതിയിലാണ് പിരിച്ചെഴുതുന്നത്. ഉത്തരം വെൺ പ്ലസ് ചാമരം. അടുത്ത ചോദ്യം, വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം എന്താണ്? വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപമാണ് വിദുഷി എന്നുള്ളത്. ഉത്തരം വിദുഷി. അടുത്ത ചോദ്യം, പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നതിൻ്റെ ഉചിതമായ മലയാള ശൈലി എന്താണ്? പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നതിൻ്റെ ഉചിതമായ മലയാള ശൈലിയാണ് നിത്യാഭ്യാസി ആനയെ എടുക്കും എന്നുള്ളത്. ഉത്തരം നിത്യാഭ്യാസി ആനയെ എടുക്കും. അടുത്ത ചോദ്യം, ശോഭിച്ചവൻ എന്ന് അർത്ഥം വരുന്ന പദം ഏതാണ്? ശോഭിച്ചവൻ എന്ന് അർത്ഥം വരുന്ന പദമാണ് ശുഭിതൻ. ഉത്തരം ശുഭിതൻ. അടുത്ത ചോദ്യം, LPGയുടെ
ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റ് എത്രയാണ്? എൽ പി ജിയുടെ ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റാണ് 2%. ഉത്തരം 2%. അടുത്ത ചോദ്യം, എൽ പി ജി ലീക്ക് തിരിച്ചറിയുന്നതിനായി ഗന്ധം നൽകുന്നതിന് എൽ പി ജിയിൽ ചേർക്കുന്ന രാസവസ്തു ഏതാണ്? എൽ പി ജി ലീക്ക് തിരിച്ചറിയുന്നതിനായി ഗന്ധം നൽകുന്ന എൽ പി ജിയിൽ ചേർക്കുന്ന രാസവസ്തുവാണ് ഈഥൈൽ മെർക്യാബുറ്റൻ. ഉത്തരം ഈഥൈൽ മെർക്യാബുറ്റൻ. അടുത്ത ചോദ്യം, ഹൈഡ്രോളിക് ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതിന് പിന്നിലെ പ്രവർത്തന തത്വം എന്താണ്? ഹൈഡ്രോളിക് ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതിന് പിന്നിലെ പ്രവർത്തന തത്വമാണ് പാസ്കൽസ് ലോ. ഉത്തരം പാസ്കൽസ് ലോ. അടുത്ത ചോദ്യം, ഡിസ്ചാർജ് ഹോൺ ഏതുതരം ഫയർ എക്സ്റ്റിങ്ക്യൂഷറിൻ്റെ ഭാഗമാണ്? ഡിസ്ചാർജ് ഹോൺ കാർബൺ ഡൈ ഓക്സൈഡ് ഫയർ എക്സ്റ്റിങ്ക്യൂഷറിൻ്റെ ഭാഗമാണ്. ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്ക്യൂഷർ. അടുത്ത ചോദ്യം, മണ്ണെണ്ണയുടെ ഫ്ലാഷ് പോയിൻ്റ് എത്രയാണ്? മണ്ണെണ്ണയുടെ ഫ്ലാഷ് പോയിൻ്റ് 38 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഉത്തരം 38 ഡിഗ്രി സെൽഷ്യസ്. അടുത്ത ചോദ്യം, രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ. ഉത്തരം വിറ്റാമിൻ കെ. അടുത്ത ചോദ്യം, പ്രഥമ ശുശ്രൂഷയിൽ CPR എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? പ്രഥമ ശുശ്രൂഷയിൽ CPR എന്നത് കാർഡിയോ പൾമോണറി റെസിസ്റ്റേഷൻ എന്നതിനെ സൂചിപ്പിക്കുന്നു. ഉത്തരം കാർഡിയോ പൾമോണറി റെസിസ്റ്റേഷൻ. അടുത്ത ചോദ്യം, എമർജൻസി ഹോർമോൺ ഏതാണ്? എമർജൻസി ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത് അഡ്രിനാലിൻ ആണ്. ഉത്തരം അഡ്രിനാലിൻ. അടുത്ത ചോദ്യം, രക്തത്തിലെ ഓക്സിജൻ വാഹകർ ആരാണ്? രക്തത്തിലെ ഓക്സിജൻ വാഹകരാണ് ഹീമോഗ്ലോബിൻ എന്നുള്ളത്. ഉത്തരം ഹീമോഗ്ലോബിൻ. അടുത്ത ചോദ്യം, IT നിയമത്തിലെ ഏത് വകുപ്പാണ് സൈബർ ഭീകരതയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? IT നിയമത്തിലെ വകുപ്പ് 66F ആണ് സൈബർ ഭീകരതയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഉത്തരം വകുപ്പ് 66F. അടുത്ത ചോദ്യം, കമ്പ്യൂട്ടർ ഉറവിടങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് IT ആക്ട് 2000 ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്? കമ്പ്യൂട്ടർ ഉറവിടങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് IT ആക്ട് 2000 വകുപ്പ് 66D ആണ് കൈകാര്യം ചെയ്യുന്നത്. ഉത്തരം വകുപ്പ് 66D. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവരും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.